നമസ്കാരം. UK വാർത്തകളിലേക്ക് സ്വാഗതം. ദേശീയ വിദ്യാഭ്യാസ നയം 2020 അടിസ്ഥാനമാക്കി ഇന്ത്യയിൽ ക്യാമ്പസ് ആരംഭിക്കുന്ന ആദ്യ ബ്രിട്ടീഷ് യൂണിവേഴ്സിറ്റിയായി മാറിയിരിക്കുകയാണ് യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത്ഹാംപ്ടൺ. ഇതുമായി ബന്ധപ്പെട്ട ലെറ്റർ ഓഫ് ഇൻട്രസ്റ്റ് ഇതിനോടകം തന്നെ വിദ്യാഭ്യാസ മന്ത്രാലയം നൽകിക്കഴിഞ്ഞു. ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ പരാമർശിക്കുന്ന ആഗോളവൽക്കരണത്തിനെതിരായുള്ള ആദ്യപടിയായിട്ടാണ് ഈ രംഗത്തുള്ളവർ ഇതിനെ വിലയിരുത്തുന്നത്. QS വേൾഡ് റാങ്കിങ്ങിൽ 2025 പ്രകാരം ലോകത്തിലെ ഏറ്റവും മികച്ച 100 യൂണിവേഴ്സിറ്റികൾ ഉൾപ്പെടുന്ന യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത്ഹാംപ്ടന്റെ ഇന്ത്യയിലെ സാന്നിധ്യം ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗത്ത് പുത്തൻ പ്രതീക്ഷകൾ ഉണർത്തും എന്നതിൽ സംശയമില്ല. വിദ്യാർത്ഥികൾക്ക് ഭാരതീയ മൂല്യങ്ങളിൽ നിന്ന് തന്നെ പഠനം നടത്താൻ കഴിയുമ്പോൾ ആഗോള നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇതുവഴി ലഭിക്കും. ഇന്ത്യയിൽ വിദേശ യൂണിവേഴ്സിറ്റികൾ ക്യാമ്പസുകൾ ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇതാദ്യമായിട്ടാണ് UGC റെഗുലേഷൻസിന് കീഴെ ഒരു വിദേശ യൂണിവേഴ്സിറ്റിക്ക് ലെറ്റർ ഓഫ് ഇൻട്രസ്റ്റ് ലഭിക്കുന്നത്. പരസ്പര ഉപയോഗപ്രദമായ രീതിയിലുള്ള പങ്കാളിത്തം വഴി യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത്ഹാംപ്ടൺ ഏതാണ്ട് 50 വർഷത്തോളമായി ഇന്ത്യയിൽ സജീവമാണെന്നാണ് ചില മാധ്യമ റിപ്പോർട്ടിൽ പറയുന്നത്. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ട്വീറ്റ് അനുസരിച്ച് ഹരിയാനയിലെ ഗുഡ്ഗാവ് ജില്ലയിലെ ഗുരുഗ്രാമത്തിലായിരിക്കും യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത്ഹാംപ്ടൺ ക്യാമ്പസ് ആരംഭിക്കുക. 2025 മുതൽ ഇവിടെ വിവിധ കോഴ്സുകൾ ലഭ്യമാകും. QS വേൾഡ് റാങ്ക് 2025 യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത്ഹാംപ്ടൺ ഉള്ളത് 80ാം റാങ്കിലാണ്. മൊത്തം 64.1 സ്കോർ നേടിയാണ് ഈ യൂണിവേഴ്സിറ്റി ഈ സ്ഥാനത്ത് എത്തിയത്. ആഴ്ചയിൽ 4 ദിവസം മാത്രം ജോലി എന്ന ആശയവുമായി ലേബർ സർക്കാർ രംഗത്ത്. എത്ര മണിക്കൂറാണ് കരാറിലുള്ളത് അതനുസരിച്ച് ഈ ജോലി ക്രമീകരിക്കും. നിലവിൽ ജോലിക്കാർക്ക് സൗകര്യാർത്ഥമുള്ള ജോലി സമയം പണിയെടുക്കാവുന്നതാണ്. ഒഴിച്ചുകൂടാനാവാത്ത സാഹചര്യങ്ങൾ ഒഴിച്ച് ജീവനക്കാർക്ക് 4 ദിവസം തന്നെ ജോലി സമയം അനുവദിക്കാൻ മാനേജ്മെന്റ് നിർബന്ധിതനാവും. തിങ്കൾ മുതൽ വ്യാഴം വരെ ജോലി ചെയ്യാനാവും. പിന്നീട് വെള്ളി മുതൽ ഞായർ വരെ സ്വകാര്യ സമയം ലഭിക്കുന്ന രീതിയിൽ ജോലി സമയം ക്രമീകരിക്കാനാവും. ഇത് ജോലിക്കാർക്ക് ഒരു അവകാശമായി മാറുന്ന നിയമമാണ് ഒക്ടോബറോടെ അവതരിപ്പിക്കുക. ജോലികൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന പാക്കേജാണ് ഓട്ടം സീസണിൽ ലേബർ അവതരിപ്പിക്കുക. ഉപപ്രധാനമന്ത്രി ആഞ്ചല റെയറാണ് ഈ നിയമം അവതരിപ്പിക്കുന്നത്. നിയമം വികസിപ്പിക്കും മുൻപ് ട്രേഡ് യൂണിയനുകളുമായും ബിസിനസ് അധികൃതരുമായും ചർച്ചകളും പൂർത്തിയാക്കും. ഇംഗ്ലണ്ടിലും വെയിൽസിലും ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണത്തിൽ ഗണ്യമായ വർധന രേഖപ്പെടുത്തി. 2023 6069 പേർ ആത്മഹത്യയിൽ അഭയം നേടിയെങ്കിൽ ഈ വർഷം ഈ നിരക്ക് ഇരട്ടിയാകുമെന്നാണ് റിപ്പോർട്ട്. 1994 ശേഷമുള്ള ഉയർന്ന നിരക്കാണിത്. ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കണക്ക് പ്രകാരം ആത്മഹത്യ ചെയ്യുന്നവരിൽ അധികവും പുരുഷന്മാരാണ്. സ്ത്രീകളുടെ എണ്ണം കുറഞ്ഞെങ്കിലും സ്ത്രീകളും ജീവൻ അവസാനിപ്പിക്കുന്നതിൽ കുറവില്ല എന്നാണ് കണക്കുകൾ പറയുന്നത്. 45 മുതൽ 64 വയസ്സിന് ഇടയിലുള്ള ആളുകളിലാണ് ആത്മഹത്യ നിരക്ക് ഉയരുന്നത്. മാനസികമായി തകർന്നവർക്ക് പ്രത്യേക പരിഗണന നൽകി ശാരീരിക പ്രശ്നങ്ങളെ പോലെ മാനസികാരോഗ്യവും സംരക്ഷിക്കേണ്ടതുണ്ട്. ഇതിനായി സർക്കാരും ശക്തമായ നടപടിയെടുക്കണമെന്നാണ് ഡേറ്റ അനലിറ്റിക്സ് മേധാവി വേഗെ നഫിലിയാൻ ഓർമ്മിപ്പിക്കുന്നു. ആത്മഹത്യയിലേക്ക് പോവാതെ ഒറ്റപ്പെടുന്നവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതുണ്ട്. രാജ്യത്ത് ഓരോ വർഷവും പുകവലി മൂലം ജീവൻ നഷ്ടപ്പെടുന്നത് 80,000 പേർക്കാണ്. പുകവലി സൃഷ്ടിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ NHSന് നൽകുന്ന സമ്മർദ്ദം ഏറെയും. ഇതുമൂലം നികുതിദായകർക്ക് ഉണ്ടാവുന്ന നഷ്ടവും ദശലക്ഷക്കണക്കിനാണ്. പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയുടെ സർക്കാരിന് ലഭിക്കുന്ന നികുതിയിൽ ഏറെ പണവും ഇവർക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ നേരിടാൻ NHSന് ചിലവഴിക്കേണ്ടി വരുന്നു എന്നാണ് കണക്കുകൾ. രാജ്യത്ത് പുകയില ഉൽപ്പന്നങ്ങളുടെ നിരോധനം വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി കൂടുതൽ സ്ഥലങ്ങളിൽ പുകവലി നിരോധിക്കാൻ തീരുമാനം വരുന്നു. പബ് ഗാർഡനുകൾ, ഔട്ട്ഡോർ റെസ്റ്റോറന്റുകൾ, സ്പോർട്സ് ഗ്രൗണ്ടുകൾ, ആശുപത്രിയുടെ പരിസരം എന്നിവിടങ്ങളിൽ കൂടി പുകവലി നിരോധനം വ്യാപിപ്പിച്ചുകൊണ്ടുള്ള നീക്കമാണ് സർക്കാർ നടത്തുന്നത്. ഇത് സംബന്ധിച്ച തീരുമാനം ഉടൻ ഉണ്ടാകുമെന്നാണ് സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചന. തിരഞ്ഞെടുപ്പിന് മുൻപ് മുൻ സർക്കാരിന്റെ പാർലമെന്റിൽ അവതരിപ്പിച്ച ടൊബാക്കോ ആൻഡ് വേപ്പിംഗ് ബിൽ പ്രകാരം 2009 ശേഷം ജനിച്ചവർക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ സാധിക്കില്ല. ഓരോ വർഷവും ഇവ വാങ്ങുന്നതിനുള്ള പ്രായപരിധി ഉയർത്തി നിരോധനം സാധ്യമാക്കാനാണ് ബില്ല് നിർദ്ദേശിക്കുന്നത്. ഈ ബില്ല് പ്രകാരം 2009 ജനുവരി 1 ശേഷം ജനിച്ചവർക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ കഴിയില്ല. പുതിയ സർക്കാരിന്റെ നയപ്രഖ്യാപനത്തിൽ ഈ തീരുമാനം രാജാവ് ശരിവെക്കുന്നുണ്ടെങ്കിലും പഴയ സർക്കാർ അവതരിപ്പിച്ച ബില്ല് അതേപടി പാസാക്കാൻ ലേബർ സർക്കാർ തയ്യാറായില്ല. കൂടുതൽ മാറ്റങ്ങളോടെ നിയമം പ്രാബല്യത്തിലാവാനാണ് ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ ഡിപ്പാർട്ട്മെന്റിന്റെ തീരുമാനം. സ്കൂൾ അവധി കഴിഞ്ഞ് എത്തുന്നതിന് മുമ്പ് കുട്ടികൾ 5ാം പണിക്കുള്ള വാക്സിൻ എടുത്തിട്ടുണ്ട് എന്ന് മാതാപിതാക്കൾ ഉറപ്പാക്കണമെന്ന് UK ഹെൽത്ത് സെക്യൂരിറ്റി ഏജൻസി മുന്നറിയിപ്പ് നൽകി. ഏതെങ്കിലും കാരണത്താൽ രോഗബാധിതരായ വിദ്യാർത്ഥികൾ മറ്റുള്ളവരുമായി ഇടകലരുന്നത് 5ാം പനി വ്യാപകമായി പടർന്നു പിടിക്കാൻ കാരണമാകും. 2024 തുടക്കം മുതൽ 5ാം പനി ബാധിച്ച 2278 കേസുകളിലാണ് ഇംഗ്ലണ്ടിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ലണ്ടനിലും വെസ്റ്റ് മിഡ്ലാൻഡ്സിലുമാണ് ഇംഗ്ലണ്ടിൽ ഏറ്റവും കൂടുതൽ രോഗം പടർന്നു പിടിച്ചത്. 10 വയസ്സും അതിൽ താഴെയുള്ള പ്രായമുള്ള കുട്ടികളാണ് രോഗം ബാധിച്ചവരിൽ 62%. വാക്സിനേഷൻ എടുക്കാത്തവരിലാണ് 5ാം പനി വേഗത്തിൽ പിടിപെടുന്നത്. ഗുരുതരമായി രോഗം ബാധിച്ചാൽ അത് മരണത്തിന് വരെ കാരണമാകും. UK HSCയുടെ കണക്കുകൾ പ്രകാരം 2012 ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കുകളിൽ 5ാം പനി പിടിപെട്ടത് കഴിഞ്ഞ വർഷമാണ്. 5ാം പനി കുട്ടികൾക്ക് ബാധിക്കുന്നത് അവർക്ക് മറ്റ് അണുബാധകൾ ഉണ്ടാകാനുള്ള സാധ്യത കൂട്ടുന്നതായി ആരോഗ്യ മേഖലയിലുള്ളവർ അഭിപ്രായപ്പെട്ടു. കാരണം വൈറസ് കുട്ടിയുടെ പ്രതിരോധ ശക്തിയെ കാര്യമായി തകരാറിലാക്കും. ഫലപ്രദമായ വാക്സിൻ 2 ഡോസ് കുട്ടികൾക്ക് ലഭിച്ചുവെന്ന് ഉറപ്പാക്കുന്നതിലൂടെ ഇത്തരം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും. 5ാം പനി, മുണ്ടുനീർ, റൂബില്ല എന്നിവയിൽ നിന്ന് സംരക്ഷിക്കാനാണ് mRNA വാക്സിൻ NHS നൽകുന്നത്. പടിഞ്ഞാറൻ ലണ്ടനിലെ നീന്തൽക്കുളത്തിൽ ക്ലോറിൻ ചോർന്നതിനെ തുടർന്ന് 9 കുട്ടികളെയും 2 മുതിർന്നവരെയും ആശുപത്രിയിൽ പ്രവേശിച്ചതായി ലണ്ടൻ ആംബുലൻസ് സർവീസ് അറിയിച്ചു. സഡ്ബെയറിലെ വാട്ട്ഫോർഡ് റോഡിലുള്ള വെൽ ഫാം സ്പോർട്സ് സെന്ററിലാണ് ക്ലോറിൻ ചോർച്ച ഉണ്ടായത്.
ഇന്നലെ ഉച്ചയ്ക്ക് 1:30 കൂടിയാണ് സംഭവം. 3 നിലകളുള്ള കെട്ടിടത്തിന്റെ താഴത്തെ നിലയിലെ കുളത്തിൽ നീന്തൽ പഠനത്തിനെത്തിയ കുട്ടികളിൽ ഒരാളാണ് ക്ലോറിൻ ചോർച്ച കണ്ടത്. ഇതേ തുടർന്ന് കെട്ടിടത്തിൽ ശുചീകരണം നടത്തി. ലണ്ടൻ ഫയർ ബ്രിഗേഡ് എത്തുന്നതിന് മുൻപ് 150ഓളം പേർ കെട്ടിടം വിട്ടു പോയിരുന്നു. മുൻകരുതൽ എന്ന നിലയിൽ നീന്തൽ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന കെട്ടിടം ഒഴിപ്പിച്ചിട്ടുണ്ടെന്നും അവിടേക്കുള്ള റോഡ് അടച്ചിട്ടുണ്ടെന്നും മെട്രോപൊളിറ്റൻ പോലീസ് പറഞ്ഞു. ഒരു സഹപ്രവർത്തകയോട് ഗൗരവമേറിയ ലൈംഗിക കുറ്റങ്ങൾ നടത്തി എന്നാരോപിച്ച് ന്യൂ കാസിലെ കുട്ടികളുടെ ഹാർട്ട് സർജനെ ജോലിയിൽ നിന്ന് പുറത്താക്കി. നിരവധി കുട്ടികളിൽ ഹാർട്ട് ഓപ്പറേഷൻ നടത്തിയ പ്രമുഖ ഡോക്ടറാണ് UK-യിൽ ജോലി നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ട് ഡിസിപ്ലിനറി ട്രൈബ്യൂണലിന്റെ വിധി വന്നു. തന്റെ ഒരു സഹപ്രവർത്തകയുടെ മാർദ്ദത്തിൽ വസ്ത്രത്തിന് മുകളിലൂടെ അമർത്തിപ്പിടിച്ചു എന്നാണ് ഡോക്ടർ ഫാബ്രിസിയോ ഡി റിറ്റയ്ക്ക് എതിരെയുള്ള ആരോപണക്കുറ്റം. ഇത് കുറ്റകരമായ ലൈംഗിക പീഡനമെന്നാണ് ട്രൈബ്യൂണൽ നിരീക്ഷിച്ചത്. 8 മാസക്കാലത്തോളം ഒരു വനിതയെ ലൈംഗികമായി പീഡിപ്പിച്ച ഇയാൾക്ക് ഈ പെരുമാറ്റ ദൂഷ്യം തെളിയിക്കപ്പെട്ടതോടെ UK-യിൽ ഡോക്ടറായി ജോലി ചെയ്യാൻ കഴിയില്ല എന്നാണ് വിധി. ന്യൂ കാസിലെ ഫ്രീമാൻ ഹോസ്പിറ്റൽ കൺസൾട്ടന്റായ പീഡിയാട്രിക് സർജനായിരുന്നു ഡോക്ടർ ഡി റിറ്റ. ശിശുക്കളുടെയും കുട്ടികളുടെയും നിരവധി വിജയകരമായ ഹാർട്ട് ഓപ്പറേഷനുകളും ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ സർജറികളും ഇയാൾ നടത്തിയിട്ടുണ്ട്. സഹപ്രവർത്തകയെ ലൈംഗികമായി പീഡിപ്പിക്കുക വഴി ഇയാൾ തൊഴിലിടത്തിൽ പെരുമാറ്റ ദൂഷ്യം കാണിച്ചതായി മെഡിക്കൽ പ്രാക്ടീഷണർ ട്രൈബ്യൂണൽ സർവീസ് പാനൽ വിധിക്കുകയായിരുന്നു. ഒരു സഹപ്രവർത്തകയുടെ അന്തസ്സിനെ ബഹുമാനിക്കുന്നതിൽ ഡോക്ടർ പരാജയപ്പെട്ടുവെന്നും ട്രൈബ്യൂണൽ വിലയിരുത്തി. 2022 മെയ് മാസം മുതൽ 2023 ജനുവരി വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ പീഡനങ്ങൾ അരങ്ങേറിയത്. ഒരു യോഗത്തിൽ പങ്കെടുക്കവേ ഇയാൾ സഹപ്രവർത്തകയുടെ കസേര തന്റെ അടുത്തേക്ക് വലിച്ചിട്ട് അടുപ്പിച്ചിരുന്നു. അതുകൂടാതെ മാറിടത്തിൽ അമർത്തിപ്പിടിക്കുകയും ചെയ്തു. കഴിഞ്ഞ 10 വർഷമായി ന്യൂ കാസിൽ ഹോസ്പിറ്റൽ NHS ട്രസ്റ്റിൽ ജോലി ചെയ്യുന്ന ഇയാളെ പരാതി ലഭിച്ച ഉടനെ തന്നെ സസ്പെൻഡ് ചെയ്തു. ഇറ്റാലിയൻ വംശജനായ ഇയാൾ ഇറ്റലിയിൽ തന്നെയായിരുന്നു മെഡിക്കൽ പഠനവും പരിശീലനവും നടത്തിയത്. UK-യിൽ ജോലി ചെയ്യുന്നതിന് മാത്രമാണ് ഇയാൾക്ക് വിലക്കുള്ളത്. വിദേശ രാജ്യങ്ങൾ ഇയാൾക്ക് ഡോക്ടർ എന്ന നിലയിൽ ജോലി ചെയ്യാൻ കഴിയും. എന്നിരുന്നാലും ഈ വിധി ഇന്റർനാഷണൽ മെഡിക്കൽ റെഗുലേറ്ററി അറിയിക്കും. ഇതോടെ വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.